എറണാകുളം പെരുമ്പാവൂരിൽ വൻ ലഹരിവേട്ട. 17 കോടി വിലമതിക്കുന്ന 17 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി പ്രതി പിടിയിലായി. വൈപ്പിൻ അറുകാട് സ്വദേശി ആയുഷാണ് പോലീസിന്റെ പിടിയിലായത്. ലാൽ കൃഷ്ണ വിവരങ്ങളുമായി. ലാൽ, വലിയ ലഹരിവേട്ടയാണ് നടന്നിരിക്കുന്നത്. വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി പെരുമ്പാവൂരിനെ കുറിച്ച് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് പെരുമ്പാവൂരിൽ ഈ 17 കോടി രൂപയുടെ വലിയ വേട്ട നടന്നിരിക്കുന്നത്. അതായത് കേരളത്തിൽ ലഹരിയുടെ ഹബ്ബായിട്ട് പെരുമ്പാവൂർ മാറി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം. നാളെ അദ്ദേഹം എറണാകുളം ജില്ല സന്ദർശിക്കാനിരിക്കുന്ന വേളയിൽ കൂടിയാണ് ഈ വലിയ ലഹരി വേട്ട എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഈ പെരുമ്പാവൂരിനടുത്തുള്ള മാറമ്പിള്ളി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇയാളെ 17 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയത്. ഇയാളുടെ പക്കൽ നിന്ന് ആദ്യഘട്ടത്തിൽ പിടികൂടിയത് 1.25 കിലോയോളം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ്. ഞാറക്കലിൽ നിന്ന് ഇയാൾ പെരുമ്പാവൂരിലേക്ക് വരുന്ന വഴിയാണ് ഈ SP-യുടെ ഡാൻസ് ഓഫ് സംഘം ഇയാളെ പിടികൂടുന്നത്. നേരത്തെ ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പിടികൂടലുണ്ടായത്. കുറേ കാലങ്ങളായിട്ട് ഇയാൾ ലഹരിയുടെ വിൽപ്പന നടത്തുന്നുണ്ട് എന്ന വിവരം റൂറൽ പോലീസിനടക്കം ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ കാത്തിരുന്ന് പിടികൂടിയതാണ് എന്നുള്ളതാണ് നിലവിൽ കിട്ടുന്ന വിവരം. അതിനുശേഷമാണ് ഇയാൾ താമസിക്കുന്ന ഫ്ളാറ്റിൽ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത്. അവിടെ നിന്നാണ് 16 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കൂടി പിടികൂടുന്നത്. ചെറിയ പൊതിയായി സൂക്ഷിച്ച രീതിയിലായിരുന്നു ഈ കഞ്ചാവ് എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. മതിപ്പ് വില ഏകദേശം 17 കോടിയോളം വരും എന്നുള്ളതാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം. ഇതേ ഫ്ളാറ്റിന്റെ 10ാം നിലയിലാണ് പെരുമ്പാവൂർ ASP താമസിക്കുന്നത്. അദ്ദേഹം കൂടി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടന്നത് എന്ന കാര്യം കൂടി പറയപ്പെടുന്നുണ്ട്. അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടന്നത്. എന്തായാലും പോലീസിന് കിട്ടിയ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധനയും ഇയാളെ പിടികൂടിയത് എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ പല വിവരങ്ങൾ കൂടി ഇനി പുറത്തു വരാനുണ്ട് എന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. അത് കൃത്യമായി അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നാളെ രാവിലെ 8:30 റൂറൽ SP ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഈ ഹൈബ്രിഡ് കഞ്ചാവ് എവിടെ നിന്ന് വന്നു, ആർക്കൊക്കെ വിൽപ്പന നടത്തുന്നു, എത്ര കാലമായി ഇത് തുടരുന്നു എന്നീ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം നാളെ പറയും എന്ന കാര്യമാണ് അറിയുന്നത്. ഈ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന, അതായത് ഫ്ളാറ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന കഞ്ചാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പരിശോധനകളും അന്വേഷണങ്ങളും ആവശ്യമാണ്. കാരണം 6 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ മാറമ്പള്ളിയിൽ ഈ ഫ്ളാറ്റിൽ ആയുഷ് താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇതേ ജില്ലയിൽ തന്നെ ഒരാൾ എന്തുകൊണ്ടാണ് ഈ റൂറൽ മേഖലയിൽ പോയി താമസിച്ചത് എന്ന കാര്യത്തിലാണ് പ്രധാനമായിട്ടും അന്വേഷണം നടന്നത്. മാത്രമല്ല ഇയാൾ താമസിക്കുന്ന ഫ്ളാറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി ഒരു രേഖയും ഇയാളുടെ പക്കൽ ഇല്ല എന്നുള്ളതാണ്. മറ്റെല്ലാവരും അവിടെ കുടുംബമായി താമസിക്കുന്നവരടക്കമുള്ള ആളുകൾ കൃത്യമായി കരാർ വെച്ച് താമസിക്കുന്നവരാണ്. പക്ഷേ ഈ ആയുഷിന്റെ പക്കൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രേഖയും ഇല്ലാത്തത് തന്നെയാണ് സംശയത്തിന് കൂടുതൽ ഇട നൽകുന്നത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.